പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 14-ാം തീയതി വ്യാഴാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്ത് നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കണത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. ചിലർ ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂടുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ.
കർത്താവെ, ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണം. കർത്താവെ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരത, പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവരുടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവർ ഇത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും, ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ, റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ, കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ മേരി തോമസ്, രശ്മി തോമസിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ, സാക്ഷ്യം, അതിപ്പോൾ അപ്പ് ചെയ്യുന്നുണ്ട്, നോക്കിയേക്കണം, നല്ല സാക്ഷ്യമാണ്. അതിൻ്റെ കുറേ ഘടനകളുണ്ട്, ഉടമ്പടിയുടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്ന്, ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ, അവർക്ക് നടുവേദനയാണെന്ന് പറഞ്ഞില്ലേ, മാറാത്ത വർഷങ്ങളുടെ നീണ്ട നടുവേദന, അനങ്ങാൻ പാടില്ല. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ല, അവർ എഴഞ്ഞാണ് ബാത്റൂമിലൊക്കെ പോയത്, തിരിച്ചെഴഞ്ഞൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു കാലത്ത് ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ്. ഇവർ ഒരു TV-യിൽ മുറിയൊക്കെ അടച്ചിട്ട് അച്ഛൻ്റെ ധ്യാനമില്ലേ, ധ്യാനം, ഈ ആദിവാച ധ്യാനം, ചൊവ്വാഴ്ച ഉള്ള ധ്യാനം എല്ലാവരും കൂടണമെന്ന് നിർബന്ധമല്ലേ. ഉടമ്പടിയിൽ അത് മൻഡേറ്ററിയാണ്. കാര്യം ആ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കണത്, നമുക്ക് സൗഖ്യം ലഭിക്കണത്. എത്രയോ പേരാണ് സൗഖ്യം പറയണത്, അത് എത്രയോ പേരാണ് ആ വചനത്തിൽ അപ്ഡേഷൻസ് കിട്ടണത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ധ്യാനം മുടക്കിയതിന് ശേഷം പിന്നെ ഉടമ്പടി പുരോഗമിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കണ തിരികെ എത്തിച്ചിട്ട് രാവിലെ വൈകിട്ടും തിരികെ എത്തിക്കുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ്, ഒന്നും ശരിയാകത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞതാണ് അവിടെ വെച്ച്, ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഉടമ്പടിയുടെ എല്ലാ വചനങ്ങളും ഞാൻ കൂടിക്കൊള്ളാം. അങ്ങനെ ഉടമ്പടി ജീവിക്കുന്നവരാണ്. ഉടമ്പടി ചുമ്മാ സിഗത്തിക്കലായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണം. അതൊക്കെ അങ്ങനെയുള്ളവർക്കൊന്നും അതൊന്നും ശരിയാകത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാനിപ്പോൾ പറയാൻ കാര്യം അറിയാമോ, ഇവർ പള്ളിയിൽ നമ്മൾ ധ്യാനം കൂടുന്ന പോലെ കുളിച്ച് ഒരുങ്ങി ശിരോവസ്ത്രമൊക്കെ ധരിച്ചാണ് ഇവർ ഉടമ്പടി ധ്യാനം കൂടുന്നത്. പക്ഷേ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച വീട്ടിൽ മുറി അടച്ചിട്ട്
പള്ളിയിൽ ഇരുന്ന് ധ്യാനം കൂടണ പോലെ അത്രയും ശ്രദ്ധയോടെയും ഭവ്യതയോടെയും പ്രാർത്ഥനയോടെയും കൂടിയാണ് അവർ കൂടുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവർ ധ്യാനം കൂടുന്ന ദിവസമായിരിക്കും ഇവർ നടുവിൻ്റെ വേദന കലശലാകണത്. ധ്യാനം കൂടില്ല അവർക്ക് പ്രശ്നമൊന്നുമില്ല, ധ്യാനം കൂടുന്ന ദിവസം ഭയങ്കര കലശലാകും വേദന. അപ്പോൾ അത് 5-6 ആഴ്ച ആവർത്തിച്ചപ്പോഴേ ഇവർക്കൊരു സംശയമായി, ഇതെന്താ ധ്യാനമാണ്, ധ്യാനം കൂടുന്നതാണോ ഇപ്പോൾ പണി കേൾക്കണത്, എൻ്റെ എനിക്ക് അനങ്ങാൻ പാടില്ലല്ലേ, ധ്യാനം കൂടുന്നതാണോ വേദന കൂടാൻ കാരണം. അപ്പം അവരുടെ ഉള്ളിലൊരു കലക്കം വന്നത് അല്ലേ. അപ്പം അത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ പരിശുദ്ധാത്മാവ് കലക്കത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അവളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പെന്തക്കോസ്ത ദിവസം വരെ പറയണത്. പരിശുദ്ധാത്മാവ് അവരുടെ സത്യസന്ധമുള്ള ലേഡിയല്ലേ, അവർ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോളെ നീ അങ്ങനെ കലങ്ങേണ്ട കാര്യമില്ല, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടല്ലോ, നീ അതെന്തുകൊണ്ടാണ് ഇത്രയും വിശ്വാസമുള്ളത്, നീ എന്തുകൊണ്ട് ഉടമ്പടി തൈലം വിശ്വാസത്തിൽ പ്രയോഗിച്ച് നിൻ്റെ നടുവിൻ്റെ പെരുട്ടാത്തത്, നീ എടുത്ത് പെരുട്ടിക്കേ, അപ്പോൾ അടയാളം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ബോധം വന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യമാണെങ്കിൽ ചിലർക്ക് ബോധമില്ലല്ലോ, ഉടമ്പടി ഒരു ബോധമാണ്. എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ബോധം ഉണ്ടാകത്തില്ല. ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബോധമാണ്. ഇവർക്ക് അപ്പോഴാണ് ബോധം വന്നത്. ഇവർ ഉടമ്പടി തലവ് നടുവെ പെരട്ടി, ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അവർ സൗഖ്യപ്പെട്ട കാര്യം. പിന്നെ വന്നിട്ടില്ല ആ രോഗം, അതല്ല പ്രശ്നം. ഇവരുടെ കലക്കത്തിൻ്റെ കാരണം എന്താണ്, ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഉടമ്പടി ചെയ്തിട്ടും പിന്നെ മനസ്സിലൊരു കലക്കമുണ്ട്. എന്താണ്, അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി ഉള്ളിൽ കിടകൊണ്ടാവും. നമ്മൾ ഭയങ്കര കടുത്ത വിശ്വാസിയാണ് നീ എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നീക്കിവെക്കില്ലാത്തതിൻ്റെ കാര്യം അവിശ്വാസത്തിൻ്റെ ഒരു അരൂപി. ഇപ്പോൾ ഈ നമ്മുടെ ഈ ആലപ്പുഴയിൽ, ഞാനിപ്പോൾ ആലപ്പുഴക്കാരാണല്ലോ, ആലപ്പുഴ സെമിനാരി പഠിക്കിയതാണ്, ഞങ്ങളുടെ വയനാട് സെമിനാരി അവിടെ ഇരുന്നു, ആലപ്പുഴയായിരുന്നു. അന്ന് പോലെ ഇന്ന് വരെ ആലപ്പുഴ എല്ലാ ആഴ്ചയിലും പ്രാവശ്യം പോകേണ്ടി വരും. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഭയങ്കര രസകരമായ അവസ്ഥയുണ്ട്. ആലപ്പുഴ കുറേ തോടുകളുണ്ടല്ലോ, നല്ല രസമുള്ള തോടുകളാണ്. അപ്പോൾ ആ തോടുകളൊക്കെ അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇടയ്ക്കിങ്ങനെ ആഫ്രിക്കൻ പായലൊന്ന് നിറയും. അപ്പോൾ മുനിസിപ്പാലിറ്റി അത് കുറേ ആൾക്കാർക്ക് വെള്ളം, ഇപ്പോൾ നമ്മുടെ കുട്ടനാടിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കുട്ടനാടിൻ്റെ ഉള്ളിലെ തോട്ടിലൊക്കെ പലയിടത്തും ആഫ്രിക്കൻ പായൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ തോട്ടിലതുണ്ട്, അത് കോരാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരതെല്ലാം മെഷീൻ ഉപയോഗിച്ചും അല്ലാതെയൊക്കെ കോരി മാറ്റിയാലും അത് നല്ലൊരു പൈസ ചിലവുള്ള പരിപാടിയാണതേ. എന്നാലും അവർ മനഃപൂർവ്വമാണ് അല്ലേന്നറിയാൻ പാടില്ല, കുറച്ച് പായൽ ഏതെങ്കിലും പാലത്തിൻ്റെ വളവിന തിരുവിന അല്ലെങ്കിൽ നിഴലിൽ ഇട്ടേക്കും. ഇനി മനഃപൂർവ്വം ഇടുന്നതാണ്, അത് അറിയാതെ കിടന്നപ്പോഴാണ്. എന്ത് മനഃപൂർവ്വം ഇട്ടാലും മനഃപൂർവ്വം അല്ലാതെ കിടന്നാലും ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും പായൽ കൊണ്ട് തോട് നിറയും. പിന്നെ പായൽ വാരുന്നവർക്ക് അതൊരു വരുമാന മാർഗമാകും. അത് എത്ര 50 കൊല്ലമായിട്ട് കാണാത്ത കാഴ്ചയാണത്. അത് സ്ഥിരം വരുമാനത്തിൻ്റെ വകുപ്പാണത് ശരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസം. നമ്മൾ എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവിശ്വാസത്തിൻ്റെ ഒരു കണിക എവിടെയും കിടപ്പുണ്ടാകും. ദൈവം അതുകൂടി മാറ്റാൻ എപ്പോഴും നോക്കും. ഇപ്പോൾ ഈ സെമിത്തോസിന് ഒരു അവിശ്വാസത്തിൻ്റെ കണിക ഉണ്ടല്ലോ, അതുകൂടി മാറ്റിയപ്പോഴേ ആ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അവർ സുഖപ്പെട്ട സത്യം അവരുടെ സാക്ഷി അവർ പറഞ്ഞു. ഞാൻ പറയണത് ഈ അവിശ്വാസത്തിനെ ട്രീറ്റ് ചെയ്യണതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് എന്ന് പറയണത്. നമ്മുടെ അവിശ്വാസത്തെ കണ്ടുപിടിക്കേണ്ടതും അവിശ്വാസം ട്രീറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നീക്കുപോക്കില്ല വരുമ്പോൾ നിങ്ങൾക്ക് അവിശ്വാസിയാണോ, എവിടെയാണ് എൻ്റെ അവിശ്വാസം മറഞ്ഞ് കിടക്കണത് എന്ന് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിലേക്ക് പോവുകയാണ്. പിന്നെയുള്ള ദിവസങ്ങളെല്ലാം രാവിലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചായിരിക്കും അച്ഛൻ സംസാരിക്കുന്നത്. ഓരോരോ ഘട്ടങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. മേരിനെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, രശ്മിയെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലേ, നീ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണില്ലേ, ഓർപ്പിച്ചും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓർപ്പിക്കലാണ്. അവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഓരോരോ ദാനങ്ങളും ഓരോരോ വരപ്രസാദങ്ങളും നിറയാൻ വേണ്ടി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും
സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.